മോർണിംഗ് ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് ഏതായാലും നമുക്ക് നമ്മളുടെ ഒരു ഓപ്പണിംഗ് അവേഴ്സിനകത്ത് തന്നെ മാർക്കറ്റ് അപ്ഡേറ്റ് കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ മാർക്കറ്റ് അപ്ഡേറ്റുമായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്ന് നിഖിൽ ജോയിൻ ചെയ്യുകയാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആണല്ലോ നിഖിൽ. ഇന്നിപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഫ്ലാറ്റ് ആയ ഒരു ടോണിലാണ് കാണുന്നത്. 24,600 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വിപണി വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് മാർക്കറ്റിൻ്റെ മറ്റ് അപ്ഡേറ്റ്സ്? ഒപ്പം തന്നെ ഒരു ബ്രോക്കറേജ് വ്യൂ എന്താണ്? അതിനെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിൽ 24,605 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ 26 ഓഹരികൾ ഇടിവുണ്ടാകുന്നു. 24 ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു 0.5% മുകളിലേക്കുള്ളൊരു നേട്ടത്തിലേക്ക് കടക്കാൻ നിഫ്റ്റി ബാങ്കിങ് സൂചികയ്ക്ക് സാധിക്കുന്നുണ്ട്. 53,827 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിൽ 9 ബാങ്കിങ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 3 ബാങ്കിങ് ഓഹരികളെ സംബന്ധിച്ചിടത്തോളമാണ് ഇടിവുള്ളത്. നിഫ്റ്റി 50യിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ ഇപ്പോൾ മികച്ച ഒരു നേട്ടം കാണാൻ വേണ്ടി സാധിക്കുന്നത് ടാറ്റ സ്റ്റീലിൻ്റെ ഓഹരികളാണ്. ഏകദേശം 1.5% മുകളിലുള്ളൊരു നേട്ടം ടാറ്റ സ്റ്റീൽ രേഖപ്പെടുന്നു. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1%-ഓളമുള്ളൊരു നേട്ടം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ഫാർമ കമ്പനിയായിട്ടുള്ള സിപ്ലയും ഇപ്പോൾ ഏകദേശം ഒരു 1.5%-ഓളമുള്ളൊരു നേട്ടത്തിലെത്തിയിരിക്കുന്നു. ഭാരത് ഇലക്ട്രോണിക്സ് 1%-ഓളം, ഇറ്റേണൽ ഓഹരികൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 0.5% ഒരു നേട്ടം ഇപ്പോൾ രേഖപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇടിവിലുള്ള കമ്പനികൾ പരിശോധിക്കുകയാണെങ്കിൽ IT കമ്പനിയായിട്ടുള്ള ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.25% ഒരു ഇടിവുണ്ടാകുന്നു. HDFC ലൈഫ് 0.25%-ഓളം, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, ട്രെൻഡ് ഓഹരികളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.25%-ഓളമുള്ളൊരു ഇടിവ് നിലവിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. അടുത്തായിട്ട് നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ചിടത്തോളം മറ്റൊക്കെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ നിരക്കിൽ ഏകദേശം ഒരു 170 പോയിന്റുകളുടെ ഒരു നേട്ടത്തിലെത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്ക് സൂചികയ്ക്ക് നിലവിൽ ഇപ്പോൾ സാധിക്കുന്നു. 53,830 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ട്രേഡിംഗ് കാഴ്ചവെക്കുന്ന സൂചികയിൽ നിന്ന് നിലവിൽ ഇപ്പോൾ കാനറ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ഒരു പെർഫോമൻസ് ഉണ്ടാകുന്നു. ഏകദേശം ഒരു 1.25% ഒരു നേട്ടം കാനറ ബാങ്കിൻ്റെ ഓഹരി രേഖപ്പെടുത്തുന്നുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 1%-ഓളം, ബാങ്ക് ഓഫ് ബറോഡ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 0.25% മുകളിലുള്ള ഒരു നേട്ടവും രേഖപ്പെടുത്തുന്നു. AU സ്മോൾ ഫിനാൻസ് ബാങ്കും ആക്സിസ് ബാങ്കിൻ്റെയും ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 0.25% ഒരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ICICI ബാങ്കിന് മാത്രമാണ് ഇപ്പോൾ ഒരു ഇടിവുണ്ടാകുന്നത്. കൂടാതെ ബാങ്കിങ് ഭീമനായിട്ടുള്ള HDFC ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴും ഈ നിമിഷത്തിൽ ഒരു മാർജിനലായിരിക്കുന്ന ഒരു തോതിലാണെങ്കിൽ പോലും ഒരു ഇടിവിലേക്ക് പോയിരിക്കുന്നു. കൂടാതെ കോട്ടക് മഹീന്ദ്ര ബാങ്ക് 0.5% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുന്നു. സ്റ്റേറ്റ് ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 0.25% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കിനും സാധിക്കുന്നുണ്ട്. സെക്ടേഴ്സിൻ്റെ ഒരു പ്രകടനം നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി IT സൂചിക ഒഴികെ പ്രധാനപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള സൂചികകൾക്കൊക്കെ തന്നെ ഒരു നേട്ടത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഒരു മികച്ച ഒരു പെർഫോമൻസ് നിലവിൽ ഇപ്പോൾ ഉണ്ടാകുന്നത് നിഫ്റ്റി മെറ്റൽ സൂചികയുടെ ഭാഗത്ത് നിന്നാണ്. ഏകദേശം 1.25% മുകളിലുള്ളൊരു നേട്ടം നിഫ്റ്റി മെറ്റൽ സൂചിക രേഖപ്പെടുന്നു. നിഫ്റ്റി മീഡിയ പരിശോധിക്കുകയാണെങ്കിൽ 0.5%-ലധികമുള്ളൊരു നേട്ടം, നിഫ്റ്റി എനർജിയിലും ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടത്തിലേക്കും ഇപ്പോൾ കടക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ ജെഫ്രീസ് ITCക്ക് നൽകിയിരിക്കുന്ന ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഒരു ബൈ റേറ്റിംഗ് ആണ് നിലവിൽ ഇപ്പോൾ ജെഫ്രീസ് ITCക്ക് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നിലവിൽ 535 രൂപയുടെ ഒരു ടാർഗറ്റ് പ്രൈസാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 410 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിലിപ്പോൾ ITCയിലെ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ITCയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ GSTയിലും മറ്റുമൊക്കെ സിൻടാക്സിൻ്റെയും മറ്റുമൊക്കെ ഭാഗമായിട്ടുണ്ടായിരുന്ന ചില തീരുമാനങ്ങളും മറ്റുമൊക്കെ ITCയെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാകാനുള്ള ഒരു കാര്യം അവരിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഒരു ടാക്സേഷന് മുകളിൽ ഒരു അൺസർട്ടനിറ്റി ITCയുടെ മുകളിൽ ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ വരുത്തുന്നു. നിലവിലെ ഒരു ടാക്സ് പരിശോധിക്കുകയാണെങ്കിൽ സിഗരറ്റ് ഐറ്റംസിനും മറ്റുമൊക്കെ GST ഇനത്തിൽ ഒരു 28% ടാക്സ്, കൂടാതെ സെസ് അതായത് സ്പെസിഫിക് ടാക്സും അഡ്വലോറം ടാക്സും മറ്റുമൊക്കെ അതിന് പുറകെ വരുന്ന ഒരു രീതിയിലാണ് ഉള്ളത്. ഇതിപ്പോൾ ഈ ഒരു 40% ഒരു സ്ലാബിലേക്ക് മാറാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നു എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റിയും മറ്റുമൊക്കെ കാണാൻ സാധിക്കുന്നു എന്നൊരു കാര്യമാണ് ഇപ്പോൾ ജെഫ്രീസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റവന്യൂ ഗ്രോത്തിലും മറ്റുമൊക്കെ ഒരു ന്യൂട്രൽ ആയിരിക്കുന്ന രീതിയിലുള്ള ഒരു വളർച്ച മാത്രമേ കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ എങ്കിൽ പോലും ITCയുടെ ബാക്കിയുള്ള സെഗ്മെൻറ്റുകളെയും മറ്റൊക്കെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിലും മറ്റൊക്കെ ഈ ഒരു ടാക്സ് കട്ടിൻ്റെയും മറ്റൊക്കെ ഒരു ഭാഗമായിട്ട് മികച്ച രീതിയിലുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നും ജെഫ്രീസ് ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മറ്റ് FMCG സ്റ്റോക്കുകളിലും മറ്റൊക്കെ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പുണ്ടായിരുന്നപ്പോഴും ITCയിൽ അത് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല.
പക്ഷേ അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസം മാത്രമാണ്. എന്നത്തേക്കും അത് നിലനിൽക്കില്ല എന്നൊരു കാര്യം അവരിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ഈ ഒരു തീരുമാനങ്ങളൊക്കെ വന്നതിന് ശേഷം മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിലും സെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ ITC കാര്യമായിട്ടുള്ള ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടില്ല. കൂടാതെ മാൽബ്രോ അടക്കമുള്ള സിഗരറ്റ് ബ്രാൻഡുകളുടെയും മറ്റൊക്കെ സെയിലും നിലവിൽ ഇപ്പോൾ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതും ITCയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് കൂടിയാണ് ജെഫ്രീസ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ജെഫ്രീസ് ITCക്ക് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നത് എന്നൊരു വിവരമാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. തിരിച്ച് വിപണിയിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിൽ ട്രേഡിംഗ് നടക്കുന്നു. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 150 പോയിന്റുകൾക്ക് മുകളിലുള്ളൊരു നേട്ടവും ഉണ്ടാകുന്നു. അനില, ഇവയൊക്കെയാണ് അനില ഈ മണിക്കൂറിൽ നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള മാർക്കറ്റ് അപ്ഡേറ്റുകൾ.